അപ്പൊ പറയൂ, നിങ്ങളുടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും പുതിയ പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടോ? ഷെയർ ചെയ്യാൻ പാകത്തിനുള്ള എന്തെങ്കിലും കമ്മിറ്റ്മെന്റ്സ് ഉണ്ടോ? ഉണ്ട്, കുറച്ച് സർപ്രൈസ് എലമെന്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. രണ്ടുപേരും സർപ്രൈസ് ആണ്. ഈ സർപ്രൈസ് എത്രയും പെട്ടെന്ന് നമുക്ക് ഒട്ടിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടട്ടെ. യൂട്യൂബ് ചാനലിന്റെ കാര്യം എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അതായത് റബ്ബർ ബാൻഡ് എന്ന് പറഞ്ഞൊരു സീരീസ് അല്ലേ? സോ ആ ഒരു പേരിട്ടത് ആരാണ്? എന്താണ് അതിന്റെ ഒരു പിന്നിലുള്ള? ശിവാനിയും ഋഷിയും കൂടിയാണ് മെയിൻ ആയിട്ട്. ഡാൻസ് ആണെങ്കിലും വെബ് സീരീസിലാണെങ്കിലും ഒക്കെ അല്ലേ? എന്താണ് നിങ്ങൾ രണ്ടുപേരും അത് ചെയ്യാവുന്ന ഒരു പ്ലാനൊക്കെ എപ്പോ തുടങ്ങി? ഇല്ല, ഇപ്പം ഈ കൊറോണ സമയമായിരുന്നല്ലോ, അപ്പൊ ഷൂട്ടിംഗ് ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഞാൻ കുറെ നാള് കഴിഞ്ഞപ്പോ ഒരു ഇതാകുമ്പോഴേക്കും എന്തെങ്കിലും ഒരു സാധനം എനിക്ക് ഇരുന്നിട്ട് മടുത്തപ്പോ അങ്ങനെ ഓരോ പ്രൊജക്ടിന്റെ ഒരു ഭാഗമാണ് റബ്ബർ ബാൻഡ്. ഇനിയുണ്ട് കുറച്ച് സാധനങ്ങൾ വരാനുണ്ട്. അശ്വതി ക്ലാസിക്കൽ ഡാൻസർ ആണല്ലേ? അമ്മ ഡാൻസ് ടീച്ചറാണ്. അമ്മയുടെ പേര് ശോഭ. അപ്പൊ അമ്മയുടെ അടുത്താണ് കുഞ്ഞിലെ മുതൽ പഠിച്ചത്. ഡാൻസ് സ്കൂളൊക്കെ ഉണ്ട്. ഡാൻസ് സ്കൂൾ ഉണ്ട് നിങ്ങൾക്ക്? അശ്വതിക്ക് ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസ് ആണല്ലേ? ഏത് ഫോട്ടോയിൽ മിനിമം 2 പട്ടിയെങ്കിലും കാണും. അതാണ്. പിന്നെ അത് മാത്രമല്ല, നോക്കുമ്പോ എല്ലാ ആഴ്ചയിലും പുതിയ ഫോട്ടോഷൂട്ട്സ് വരുന്നു. ഏറ്റവും കൂടുതൽ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ കണ്ട ഒരു മുഖമായിരിക്കും അശ്വതിയുടെ. അതിനോട് ഇത്ര ഒരു ക്രേസ് ആവാൻ കാരണം എന്തെങ്കിലും പ്രത്യേക റീസൺ ഉണ്ടോ? ഒന്നുമില്ല. ബുള്ളറ്റ് ഓടിക്കും അല്ലേ? ബുള്ളറ്റ് ഓടിക്കും. പിന്നെ വേറെ സാഹസികമായി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഞാൻ ആക്ച്വലി സ്പോർട്സിലും ഉണ്ട്, ആർട്സിലും ഉണ്ട്, അങ്ങനെയൊക്കെ നിൽക്കുന്നു. ഞാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. ട്രൈ ചെയ്യും, എല്ലാം ട്രൈ ചെയ്യും. അത് അമ്മയുടെ കോച്ചിങ് കാരണം കേട്ടോ. അമ്മ, അച്ഛൻ, വീട്ടിലുള്ള സപ്പോർട്ട് തന്നെയാണ് എപ്പോഴും. അപ്പം നന്നായിട്ട് തന്നെയാണ്. ഹാപ്പിയാണ് രണ്ടുപേരും അല്ലേ? സോ നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പും ഈ ഒരു ബോണ്ടിങ് ഒക്കെ ഇതേപോലെ തന്നെ ലൈഫ് ലോങ് ഉണ്ടാവട്ടെ. അപ്പൊ ഇനി നമുക്ക് അശ്വതിയുടെ ഒരു പാട്ട് കേൾക്കാം. पहला नशा पहला घुमा, नया प्यार है नया इंतजार, कर लूं मैं क्या अपना हाल, ये दिले बेकरार, मेरे दिले बेकरार, तू है पता कर दो आसमां ज़मीन, कहो यारो क्या करूं या नहीं, पहला नशा पहला घुमा, नया प्यार है नया इंतजार, कर लूं मैं क्या अपना दिले बेकरार, मेरे दिले बेकरार, तू है बता. കേൾക്കാൻ നല്ല സുഖമുള്ള ഒരു പാട്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് ഋഷി, നമുക്കൊരു വീണ്ടും ഒരു ഗെയിമിലേക്ക് പോയാൽ എങ്ങനെയുണ്ടാവും? നന്നായിരിക്കില്ലേ? നല്ലായിരിക്കും. ഇഷ്ടപ്പെടില്ലേ? ഇഷ്ടപ്പെടും. യെസ്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ, ഗെയിം എന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. വാ. അപ്പോൾ ഋഷിയും അശ്വതിയും ഗെയിം കളിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ബോളും ഗ്ലാസും വെച്ചിട്ടുള്ളൊരു അത്യപൂർവ ഗെയിമിലേക്കാണ് നിങ്ങൾ രണ്ടുപേരും പോകാൻ പോകുന്നത്. അതായത് നിങ്ങൾ അവിടെ നിന്നിട്ട് ഈ ബാസ്ക്കറ്റിലുള്ള ബോൾ എടുക്കുക. ബോൾ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ബൗൺസ് ചെയ്തിട്ട് ആ ഗ്ലാസ്സിലേക്ക് വീഴ്ത്തുക. ട്രൈ ചെയ്യരുത്, ജയിക്കണം. അപ്പൊ ആദ്യം ആര് കളിക്കും? ആ സ്പിരിറ്റ് ആർക്കാണ് ആദ്യം ഉള്ളത്? യെസ്. അപ്പൊ അശ്വതി വന്നോളൂ. ഇതാണ് അശ്വതിയുടെ സ്പേസ്. ബൗൺസ് ചെയ്ത് 1 മിനിറ്റ് സമയമാണ് അശ്വതിക്കും ഋഷിക്കും നമ്മൾ തരാൻ പോകുന്നത്. 1 മിനിറ്റിൽ എത്ര ബോൾസ് വീഴ്ത്താൻ സാധിക്കും എന്നാണ് നോക്കുന്നത്. റെഡി അല്ലേ? റെഡി. സോ മ്യൂസിക്. ഗ്ലാസ് വീണ ഓക്കെയാണ്. വെരി ഗുഡ് അല്ല, വെരി ഗുഡ്, വെരി ഗുഡ്. കലക്കൻ ഉന്നാചനെ ഇവന് ഒരെണ്ണം പോലും അങ്ങനെ തന്നെ ഒരെണ്ണം പോലും ഇവളുടെ വീടരുത്. വീണല്ലോ. ഒരെണ്ണമല്ല, രണ്ടാമത്തെ ഇപ്പൊ തന്നെ വീഴും. ആഹാ, സൂപ്പർ, ഫണ്ടാസ്റ്റിക്. കുറച്ചുകൂടി ശ്രദ്ധാലുവായിട്ട് കളിച്ചാൽ നമുക്ക് ഇപ്പൊ 1 മിനിറ്റ് കുറച്ച് കൂട്ടി തന്നെ ഇവനെ നമുക്ക് പൊട്ടിക്കാം. വേണ്ട, പ്ലാസ്റ്റിക്. കുറച്ച് സ്ലോ ആയിട്ട്, ആദ്യത്തെ പോലെ സ്ലോ. ഇങ്ങനെ അവിടെ പോലെ എത്തണില്ലേ?
പറ്റും 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 കുട്ടിക്ക് പറ്റും. എനിക്ക് പ്രാന്ത് പിടിക്കുന്നടാ. ദൈവമേ, ഒരെണ്ണം വീണല്ലോ ഭാഗ്യം. ഒരു മിനിറ്റ് ആവാൻ പോകുന്നു. ഒരു മിനിറ്റ് ആയി. അപ്പോൾ 1 മിനിറ്റ് സമയത്തിൽ അശ്വതി ഇട്ടല്ല. ഒരു ബോള് വീഴ്ത്തി. അത് വളരെ ഗംഭീരമായിട്ട് ആദ്യം തന്നെ സൂപ്പർ. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഋഷി 1 മിനിറ്റ് സമയത്തിനുള്ളിൽ 1 ആണോ 2 ആണോ 3 ആണോ അതോ 0 ആണോ എന്നാണ്. അപ്പൊ ഋഷി, ഓൾ ദി ബെസ്റ്റ്. മ്യൂസിക്. പറ്റില്ല, സോറി അളിയാ, സോറി, ജസ്റ്റ് മിസ്. അടിപൊളി. പക്ഷെ വീണു വീണു ആ, വീണു. വീണു. പക്ഷെ പോയില്ലേ? അങ്ങനെ നേരത്തെ പോയില്ലേ? വീണില്ല. ഒരു പോയിന്റ് കിട്ടിട്ടാ. ഒരു പോയിന്റ്, ഒരു പോയിന്റ്. ഗ്ലാസ് കൂടി ഒരുമിച്ച് ബൗളിംഗ് ആവുന്നു മൊത്തം ഒന്നും കൂടി, ഒന്നും കൂടി. ഇപ്പൊ സമയം കഴിയും ഋഷി, ഇപ്പൊ സമയം കഴിയും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും നടക്കും. ടൈം ഔട്ട്, ടൈം ഔട്ട്, ടൈം ഔട്ട്. എന്ത് ചെയ്യാൻ? വീണ്ടും നിങ്ങൾ ഒരുമിച്ചു. നിങ്ങൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ ഇപ്പൊ എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഈ ഗെയിമില് രണ്ടുപേരും ഒരേപോലെ, ഒരാള് പച്ച ബോൾ വീഴ്ത്തി, അടുത്തയാളും പച്ച ബോൾ തന്നെ വീഴ്ത്തി. ഭയങ്കര നിങ്ങൾ തമ്മിൽ ഭയങ്കര മനപ്പൊരുത്താണ് കേട്ടോ. അടിപൊളി. ഇങ്ങനെ മനപ്പൊരുത്തമുള്ള ഒരു എന്താ പേരിന് ഞാൻ കണ്ടിട്ടില്ല. ഒരേപോലെ ജയം, ഒരേപോലെ തോൽവി, പണിഷ്മെന്റ് എല്ലാം ഒരേപോലെ ആയിരിക്കണം ഈ പ്രാവശ്യം. ഇപ്രാവശ്യം അങ്ങനെയല്ല. ഞാൻ അതായത് വേറൊരു ടാസ്ക് ആണ് തരുന്നത്. അതായത് ഋഷിയുടെ ജീവിതത്തിലേക്ക് ഋഷി സ്നേഹിച്ചുകൊണ്ടിരുന്ന 5 കാമുകിമാർ ഒരുമിച്ച് വരികയാണ്. എപ്പോ? ഋഷി പണ്ട് സ്നേഹിച്ചിരുന്നു. 10ാം ക്ലാസ്സില്, +2-ല്, പിന്നെ കോളേജില്, പിന്നെ ഡാൻസ് ക്ലാസ്സില്, പിന്നെ അപ്പുറത്തെ വീട്ടില്. പക്ഷെ ഇപ്പൊ ഋഷിക്ക് അത് വേണ്ട, ഈ 5 പേരും വേണ്ട. പക്ഷെ 5 പേരും ഒരുമിച്ച് ഋഷിയുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അവരെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നു. കൺഫ്യൂഷനിലാണ്. കൺഫ്യൂഷൻ തീർക്കണമേ. സോ സുന്ദരിമാര് വരട്ടെ.